ഹലോ. ഹലോ, അപ്പു അല്ലേ? ഹലോ, അപ്പു അല്ലേ? ആരാണ്? ഞാൻ സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കണത്. പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. നിങ്ങളെ കുറിച്ചൊരു പരാതി. പോലീസ് സ്റ്റേഷനിൽ നിന്നാണ് വിളിക്കണേ. പറ സാറേ. അപ്പു എന്നാണോ പേര്? അല്ല സാറേ, അപ്പു എന്നല്ല, അപ്പു കുട്ടനെന്നാണ്. അപ്പുക്കുട്ടന്റെ പേരിലൊരു പരാതി ഇട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ വരാൻ വഴിയില്ല സാറേ. ഇല്ല. പരാതി ഇതിപ്പോ രണ്ടാമത്തെ തവണയാണ്. ആദ്യത്തെ തവണ നിങ്ങള് ആ ഒരു 15 വയസ്സായ ഒരു പെൺകുട്ടിയുടെ കുടുംബക്കാരാണ് അവിടെ വന്ന് പരാതി തന്നിരിക്കുന്നത്. പെൺകുട്ടിയുടെ പേരെന്ന് പറയാമോ? എനിക്ക് ഏതാണ് ശരി. അപ്പൊ അത് ഒരു പെൺകുട്ടിയല്ല, 2-3-6 പിള്ളേരൊക്കെയാണ് ഇതുപോലെ. അറിയണ്ടല്ലോ. കിട്ടിയ പെൺകുട്ടിയുടെ പേര് മാത്രം പറ സാറേ. അതേ അപ്പുക്കുട്ടാ, നിന്റെ വീട്ടിൽ വന്ന് കയറി മേണ്ടല്ലോ ഞങ്ങള്. നിന്നിപ്പോ കൈയോടി പോക്കും. നീ പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരോട് മാന്യമായ രീതിയിൽ പെരുമാറണം. മാന്യത എന്താ സാറേ? നിന്റെ വീട് എവിടെയാടാ? വീട് നമ്മൾ തിരുവനന്തപുരത്ത് എവിടെയാണ് വീട്? തിരുവനന്തപുരം പാറശാല. നിനക്ക് എത്ര വയസ്സുണ്ട്? ഇപ്പൊ ഒരു 50-55 വയസ്സ് അടുപ്പിച്ച് വരും സാറേ. അപ്പൊ കിളവനാണ്, എന്നിട്ടാണ് ഈ 15 വയസ്സുള്ള പെൺകുട്ടിനെ ശല്യപ്പെടുത്തുന്നത്. അതിൻ്റെതായിട്ടുള്ള വികാരങ്ങളില്ല സാറേ. വികാരമൊക്കെ നിന്റെ വികാരമൊക്കെ ഞങ്ങൾ തീർത്തു തരാം. ഈർക്കിൽ ഞങ്ങൾ പുറത്ത് നിന്റെ വികാരമൊക്കെ ഞങ്ങൾ തീർത്തു തരാം. പെൺകുട്ടിയുടെ 15 വയസ്സായ പെൺകുട്ടിയുടെ 18 വയസ്സ് തികയാതെ പോസ്കോയിലേക്ക് നിന്റെ ഈ ഒരു കേസ് ഞങ്ങൾ മാറ്റാൻ പോവാണ്. അല്ല, കുട്ടീനെ ചോദ്യമൊക്കെ ഞങ്ങൾ ചെയ്തോളാം. കുട്ടിയുടെ കുടുംബക്കാർ ഇപ്പൊ പരാതി പറഞ്ഞിരിക്കുന്നത്, ആദ്യം നിന്നോട് ഒരു വാണിംഗ് തന്നു. ആ കുട്ടിയുടെ അച്ഛൻ വന്ന് നിന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ക്ലിയർ ചെയ്താണ്. വീണ്ടും ഒരു മാസം കഴിഞ്ഞിട്ട് ഈ ഒരു ജീവിക്കാൻ പറ്റില്ലേ പെണ്ണുങ്ങളെ കാരണമാണോ? യാതെങ്കിലും പെണ്ണുങ്ങൾ ജീവിപ്പിച്ചുതരാം കേട്ടാ. നിന്നെ ഇന്ന് കയ്യോടി സ്റ്റേഷനിലേക്ക് വലിച്ചിട്ട് ചവിട്ടി ഞാൻ അടിച്ച് ഞാൻ ചത്തുപോയ നാട്ടുകാരെല്ലാം കൊണ്ട് സാറിനെ അടിക്കും. അതേ നടക്കുള്ളൂ ഇവിടെ. നിന്നോട് മാന്യമായ രീതിയിലുള്ള സംഭാഷണമല്ലേ ഞങ്ങൾ നടത്തി ഇത്ര നേരമായിട്ട്. നിന്നോട് നിന്റെ വീട് എവിടെയെന്ന് ചോദിച്ചു. നിന്റെ വീട് കൃത്യമായുള്ള ഡീറ്റെയിൽ എനിക്ക് അഡ്രസ് പറഞ്ഞു. നിന്റെ അഡ്രസ് പറഞ്ഞു. അഡ്രസ് സാറേ എനിക്ക് ഓർമ്മ കുറവുണ്ട് സാറേ. ഞാൻ നോക്കിയിട്ട് ഞാൻ പിന്നെ വിളിച്ച് പറഞ്ഞു. നിന്റെ ഓർമ്മക്കുറവൊക്കെ ഞങ്ങൾ തീർത്തു തരാം. നിന്റെ ഫുൾ ഡീറ്റെയിൽ ഞങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ആ കുട്ടിയുടെ അച്ഛൻ തന്നിട്ടുണ്ട്. അപ്പൊ ഈ ശല്യം ഉണ്ടാവരുതെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, നിന്നെ ഇന്ന് ലോക്ക് ചെയ്യാൻ വേണ്ടി തന്നെ ഞങ്ങൾ വിളിച്ചാക്കണത്. നിന്നെ വീട്ടിൽ വന്ന് പൊക്കിയിട്ട് തന്നെ ബാക്കി കാര്യം. പെണ്ണിന്റെ രമണി എന്നാണ്.